ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടാതെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന 1-2 കമൻസിനുള്ള ക്ലാരിഫിക്കേഷനും എൻ്റെ ഈ ഒരു ചാനലിനെ പറ്റി കുറച്ച് കാര്യങ്ങളുമാണ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എൻ്റെ പേരെന്ന് പറയുന്നത് ശ്രീതു രാജ് എന്നാണ്. സ്ഥലം നമ്മുടെ ട്രിവാൻഡ്രം പാറശാലയിലാണ്. ഞാൻ മാരീഡാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഫാമിലി ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിലോട്ട് പോകാം. അതായത് ഞാൻ നോർമലി വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നത് നമ്മുടെ മൊബൈൽ ടിപ്സുകളാണ്. ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോയിൽ വന്നിട്ട് എനിക്കൊന്ന് ഒരു 2 വീക്ക് എങ്ങാനും ആകുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കമൻസും ഉണ്ട്, നെഗറ്റീവ് കമൻസും ഉണ്ട്. ഞാൻ ഒരിക്കലും ആരോടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ പോസിറ്റീവ് കമൻറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഓരോ വീഡിയോസ് എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് ലൈക്കിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കമൻറ്റ്സ് വരുന്നുണ്ട്, വ്യൂസ് വരുന്നതിനെക്കാട്ടിൽ നല്ല രീതിയിൽ കമൻറ്റ്സ് വരുന്നുണ്ട്. കാരണം ഇങ്ങനെ ഓർഗി ചെയ്യുവാണ് കമൻറ്റ്സ് ചെയ്ത്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളിലോട്ട് ഈ ഒരു വീഡിയോയിലോട്ട് എത്തിക്കുന്നത് പോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് നിങ്ങൾ രേഖപ്പെടുത്തുക തന്നെ വേണം. അതിൽ ഞാൻ ഒന്നും തന്നെയും പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഇന്നലെ വന്ന ഒരു കമൻറ്റ്സ് എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ലുണ ടോക്സിൻ്റെ ഒരു വീഡിയോ, ആ കുട്ടിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ കുട്ടി ചെയ്തൊരു വീഡിയോക്കാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വന്നൊരു കമൻറ്റാണ്, എൻ്റെ ചാനൽ വെറും 667 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ, 281 വ്യൂസ് എങ്ങാനല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ എനിക്കിത് പറയാൻ എന്ത് യോഗ്യത? ആ കുട്ടി നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, കൂടാതെ നല്ല വ്യൂസ് ഉണ്ട് എന്നൊക്കെയാണ്. ഇതിനു വേണ്ടി എൻ്റെ ഒരു റിപ്ലൈ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് വെറും 68 ദിവസം മാത്രമേ ആവുന്നുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത് എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. വെറും 67 ദിവസം, അതായത് 2 മാസം പോലും ആയില്ല. അതിന് മുന്നേ എനിക്ക് 67 സബ്സ്ക്രൈബേഴ്സും കൂടെ എനിക്ക് ഇത്രയും വ്യൂസ് വരുന്നത് എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നു. കൂടാതെ ഈ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണമെങ്കിൽ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടാതെ നിങ്ങളെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടും ഒരു 1000 രൂപ കൊടുത്താൽ ഈ പറഞ്ഞ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മേടിക്കാൻ സാധിക്കും. കൂടാതെ ഒരാഴ്ച ചുമ്മാ ഇരുന്ന് ലൈവ് പോയാലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കേണ്ടതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവർ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ്. വ്യൂസും ഇത്രയും കുറവ് പോകുന്നതിൽ എനിക്ക് ഒട്ടും സങ്കടമില്ല. കാരണം ഇതിപ്പോൾ തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഇത്രയും വരുന്നതിന് വലിയ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടാതെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളുണ്ടാകും. കാരണം ഞാൻ ഒരു മൈക്കോ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. കൂടാതെ ഞാനൊരു 100 വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതലും ഷോർട്സ് ആണ്, ലോങ് വീഡിയോസ് വളരെ കുറവാണ്. അപ്പോൾ അതിൽ എഡിറ്റിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരാറുണ്ട്. ഞാൻ തൊട്ട് മുന്നേ ചെയ്ത ബഷീർക്കയുടെ ആ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്ത മ്യൂസിൻ്റെ സൗണ്ട് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ മിസ്റ്റേക്ക് വരാറുണ്ട്. ഞാനും പഠിച്ചു വരുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാം പെർഫെക്റ്റായി വന്നിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എന്നിൽ ഉള്ളത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സപ്പോർട്ട് എനിക്ക് മതി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ഒന്നിനും ഞാൻ വരുന്നില്ല. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു. അവരവർ ചെയ്യുന്ന വീഡിയോയ്ക്ക് ആ വീഡിയോയുടെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അതിന് അവർക്കത് കൊള്ളുന്നുണ്ടെങ്കിൽ എനിക്കതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടാണ്. നമ്മളൊരാൾ ചുമ്മാ വലിച്ചു വാരി അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരാൾ വീഡിയോ ചെയ്യുമ്പോഴേ ആ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ കമൻറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ വേറൊന്നും വാരി വലിച്ച് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലുണ്ട്, അതിൽ സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല വീഡിയോ നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.